എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിടയിക്കിരി റിയാക്ഷൻ ആണ്. തുടരണ്ട. കമന്റ് ബോക്സ് മൊത്തം ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ. ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് വന്നു. അത് ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ തിരിച്ച് കമന്റ് ഇട്ട് കൊടുത്തു, ചോദിച്ചു അല്ല അങ്ങനെ ലാലേട്ടൻ പറഞ്ഞു എന്ന് ചോദിച്ചു. നമ്മൾ ഈ എന്റർടൈൻമെന്റ് കീഴില് അവരോട് ആ പിള്ളേരോട് എന്റെ സിനിമയെ കുറിച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ മോനെ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കണ്ടാവുന്നു. എന്താ മോനെ മറ്റേ ഈ 5 വയസ്സുള്ള പിള്ളേരെ പോലെ പെണെങ്കിലും അല്ലേ, എന്തൊരു കഷ്ടം. ഒരു കാര്യം പറയാ, ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യും. പിന്നെ ലാലേട്ടൻ ചെയ്യണ്ട, ലാലേട്ടൻ പറയാണ് എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടും. അത് ഞങ്ങളുടെ സൗകര്യം, ഞങ്ങളുടെ അവകാശമാണത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെയല്ല, നിങ്ങളെ പോലെയല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ലാലേട്ടനോട് ഇഷ്ടമുള്ളതെന്ന് ഞങ്ങൾക്ക് ഇപ്പം ഈ 2-3 ദിവസമായിട്ട് മനസ്സിലായി. എല്ലാരും അല്ല കേട്ടോ, എല്ലാരും അല്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ളില് ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വലിയ നടനുണ്ട്, അയാളോട് ഒരു ഇഷ്ടമുണ്ട്. അതെ, ഞങ്ങള് അതായത് ഈ 325 കോടി ഇവരുടെ ടോട്ടൽ ബിസിനസ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തല്ലോ. അതിലെ 30 ദിവസമായില്ല എന്ന് പറഞ്ഞതുള്ള തള്ളില്ലേ, ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് 325 ആയി, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. കളക്ഷൻ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞ് ചെയ്തിട്ടും നമുക്കെതിരെ അമ്മാതിരി ഹേറ്റ് കമൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് ശരിക്ക് അതിൽ തന്നെ സംശയം ഉന്നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ അതുപോലും അതിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. എന്താ, ഞങ്ങൾ എമ്പുരാനിലാണ് ഞങ്ങളുടെ ജെന്യൂനിറ്റി മൊത്തം കളഞ്ഞിട്ടുള്ളത് പല സമയത്തും. അത് വേറെ കാര്യം. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. തമിഴിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് ചെയ്ത സിനിമയാണെന്നും അതിൻ്റെ കളക്ഷനും അതിൻ്റെ ബഡ്ജറ്റും എടുത്തിട്ട് നമുക്ക് അതിനെ അളക്കാൻ പറ്റും. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എമ്പുരാൻ എന്താന്ന്. അതുപോലെ നമ്മുടെ മലയാളത്തിൽ തന്നെ മമ്മൂട്ടിയുടെ സിനിമയായാലും ദുൽഖറിൻ്റെ കിങ് ഓഫ് കൊത്ത എങ്ങനെയാണ് ഫ്ലോപ്പ് ആവുന്നത്, അതിൻ്റെ കളക്ഷനും അതിൻ്റെ ബഡ്ജറ്റും നോക്കുക. എന്നിട്ട് ഇതും അതുപോലെ തന്നെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ എപ്പോഴെങ്കിലും ഇത്ര നേടിയിട്ടില്ലാന്നോ ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു സമയത്ത് പോലും. കളക്ഷനെ കുറിച്ച് ഞങ്ങള് ഇവര് കളക്ഷൻ പറയുന്നത് തള്ളാണെന്നോ റൂമറാണെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതായത് 325 കോടി അത് നേടിയിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞു. ഞങ്ങൾ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. അതായത് ഇത് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിൽ 30 ദിവസത്തെ അപ്പൊ പറയാണ് പ്രീസെയിൽ മുതൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയും മണ്ടത്തരം പറയുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതായത് പ്രീസെയിലിനെ കുറിച്ച് അറിയോ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നത്. പ്രീസെയില് അതായത് ബുക്കിങ്ങിലൂടെ വരുന്ന സാധനം പറയാണ്. അതായത് പ്രീസെയിൽ 21-ാം തീയതി 20-ാം തീയതി തുടങ്ങി, 21-ന് തുടങ്ങി. എന്നിട്ട് അതുവരെയുള്ള കളക്ഷനും കൂടി ഇതിൽ കൂട്ടുന്നത്. എൻ്റെ പൊന്നാര മക്കളെ, 27-ാം തീയതിയാണ് സിനിമ റിലീസാവുന്നത്. അന്ന് മുതലാണ് സിനിമ ഓടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അന്നൊക്കെ ടിക്കറ്റ് എടുത്തുള്ളത്. അതൊക്കെയാണ് അതെ, ആ ടിക്കറ്റിലൂടെ ഉണ്ടായ പൈസയാണ് ഫസ്റ്റ് ഡേ ഇത്ര, അത് സെക്കൻഡ് ഡേ. അതായത് ഈ പ്രീസെയിലിൽ 5 ദിവസം 6 ദിവസം എത്രയാണോ അത്ര ദിവസം, ആ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യുന്നത് ആദ്യത്തെ ദിവസത്തിനാവാം, രണ്ടാമത്തെ ദിവസത്തിനാവാം, അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാവാം. ഏതെങ്കിലും ഷോയൊക്കെ ആയിരിക്കും ഓരോരുത്തരും ബുക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസങ്ങളിലെ കളക്ഷനിലായിട്ട് കാണിച്ച് കഴിഞ്ഞു. അല്ലാതെ ഇത് വേറൊരു കളക്ഷനും അത് വേറെ കണക്ക് പോയി എങ്ങനെയത്. പിന്നെ ആ ദിവസം മുതലുള്ളത് കൊണ്ടാണ് 30 ദിവസം ആയതെന്നാണ് പറയുന്നത്. എന്നാലും കണക്കാവില്ല, എന്നാലും 30 ദിവസം ആവില്ല, എന്നാലും 30 ദിവസം ആവില്ല. പോസ്റ്റർ വന്ന ദിവസവും അത് വെച്ച് നോക്കിക്കോ, എന്നാലും 30 ദിവസം ആവില്ല. ഇനി മറ്റൊന്നുണ്ട്, അതായത് 30 ദിവസത്തിൻ്റെ മുൻപേ കാണിക്കും. ശരിയാണ്, പണ്ട് മുതലേ കാണിക്കാറുണ്ട്. പക്ഷേ അതിൽ കളക്ഷൻ കാണിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ 30 ദിവസം കൊണ്ട് ഇത്ര നേടി എന്ന് മുൻപേ ഇടുമ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി അതാണ് പ്രശ്നമാണ്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തതും അത് തന്നെയാണ്. അതെ, ഈ 30 ദിവസം നിങ്ങൾ കണക്ക് അത് ആദ്യം ശ്രദ്ധിക്കാത്തോണ്ടാട്ടോ. അതുപോലെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അത് ന്യായീകരിക്കുന്നതായിരിക്കാം നിങ്ങളെ ഇഷ്ടം. ന്യായീകരണം തന്നെയാണ് അത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ആരും പേടിച്ച് ജീവിക്കുന്നവരല്ല. ഞങ്ങൾ ആർക്കും ഇവിടെ പാലും പഞ്ചസാരയും മറ്റേ തേനൊന്നും വായിലേക്ക് വെച്ച് കൊടുക്കുന്ന സ്വഭാവമല്ല. ഞങ്ങൾ പണ്ട് മുതലേ, അതായത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി. അതിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടനാണല്ലോ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിലേക്ക് കടന്നു പോവാതെ നമുക്ക് നല്ല കണ്ടന്റ് ഉണ്ടായിട്ടും വീഡിയോ ചെയ്യാതിരിക്കുന്നത്. അതും അത് കിഴിയിലാണ് ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്റർ വെച്ച് ഒരു വീഡിയോ സ്പെഷ്യൽ ചെയ്യും. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുക, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ 2018 ഇപ്പോഴും
തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ തുടരുകയാണ്, പിന്നെ ചെയ്യാട്ടോ. ഓ പറഞ്ഞു തന്നെ എത്തിയില്ല. ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ ഇപ്പോഴും ഏതാണ്? 2018 തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് ആണ്. കർണാടകയിൽ കണ്ണൂർ സ്ക്വാഡാണ്. പിന്നെ തെലുങ്കിൽ ആവേശാണ്. നോർത്തിൽ മാർക്കോണ്. ഇന്ത്യയിൽ എവിടെയും ചിത്രത്തിലെ എമ്പുരാനില്ല. ഇത് നമ്മൾ പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയിപ്പിച്ചാണ്. അത് പറയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷെ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി. സാധാരണ പോലെ വിടേണ്ട കാര്യമാണ് ഇത്. ഒരു നോർമൽ സാധനം അതിനെ നിങ്ങൾ തന്നെ എടുത്ത് വലിച്ചു കീറി നിങ്ങൾ തന്നെ പല സംഭവങ്ങളും പറയുന്നു. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭയങ്കര സിനിമാ ലവേഴ്സാണ്. ഇനി നമുക്ക് മറ്റു സിനിമകളുടെ കാര്യം, അവർക്ക് വരുന്ന ബാധ്യതകൾ, ഇത് വലിയ ബാധ്യതയാണ്. ഇങ്ങനെ വെച്ച് ഇതിപ്പോൾ ഒറിജിനൽ കളക്ഷൻ അല്ലാതെ ഇതിങ്ങനെ കയറ്റി വെക്കുമ്പോൾ തന്നെ ഇത് ഒറിജിനൽ അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം, ഇത് ഈ 30 ദിവസത്തിൻ്റെ രീതിയിലൊക്കെ ഇത് വരുമ്പോൾ ജെനുവിനിറ്റീൻ്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ. അത് വെച്ച് ഇതിങ്ങനെ ആക്കി വെക്കുമ്പോൾ ഇത് പിന്നീട്, അതായത് മറ്റ് സിനിമകൾക്ക് വരുന്ന ബാധ്യതനേക്കാൾ ലാലേട്ടൻ്റെത് മാത്രമായിട്ട് പറയാം. നമ്മൾ ലാലേട്ടൻ ഫാൻസ് ആയിട്ട് തന്നെ ഇരിക്കാം എല്ലാവരും. നമ്മളെല്ലാ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും മോഹൻലാൽ ഫാൻസ് മാത്രമാണ്. ഓക്കെ, പുറത്തുനിന്ന് ആരുമില്ല. മോഹൻലാൽ സിനിമകൾ മാത്രം ഓടുന്ന അവസ്ഥ. ഈ മോഹൻലാൽ സിനിമകൾ ചെയ്യുന്നത് ഒരേ ഒരു സംവിധായകനോ ഒരേ ഒരു പ്രൊഡ്യൂസറോ അല്ലല്ലോ. പല സിനിമകളും പല ആൾക്കാരല്ല ചെയ്യുന്നത്. അവർക്ക് ബാധ്യതയാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തുടരും സിനിമ നല്ലൊരു സിനിമയായിരിക്കും, ആകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ആ സിനിമ നല്ല രീതിയിൽ അഭിപ്രായം കിട്ടി വന്നു എന്ന് കരുത്. അതായത് എമ്പുരാനേക്കാളും നല്ല അഭിപ്രായം വന്നു. തിയേറ്ററിൽ എന്തായാലും ഇതിൻ്റെ അത്ര കളക്ഷൻ വരില്ല. ഇത്ര വലിയ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ എന്താ അത്ര വരാത്തത് എന്ന് പറഞ്ഞ് ആ തുടരും സിനിമക്ക് അടുത്ത ബാധ്യതയായി. അവർക്ക് കുറച്ചെങ്കിലും പിന്നീട് കയറ്റി അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഈ നല്ല സിനിമയുടെ ഭാഗമാകുക ലാലേട്ടൻ എന്നുള്ള സാധനത്തിന് പ്രാധാന്യം കുറഞ്ഞിട്ട് വെറും ഒരു കളക്ഷൻ മാത്രം. അതാണ് ഇപ്പം നേര് ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ, നല്ല സിനിമയാണ്. അതെ, ആ സിനിമയ്ക്കും ഇതേ, അതായത് കുറച്ച് കഴിഞ്ഞപ്പം ഈ ഒരു സാധനത്തിലേക്ക് വന്നു. അതായത് കളക്ഷൻ 100 കോടി എത്തിയിട്ടില്ലല്ലോ, പിന്നെ തള്ളായിരുന്നു സംഭവം. 80 കോടിന്റെ അടുത്തും കണ്ടാണ് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയത്. ഇവർ 100 കോടി പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. 35 ദിവസത്തിന്റെ, അതും ഇതുപോലെ. അതായത് 30 ദിവസം പോലും ആവാതെയാണ് 35 ദിവസത്തിന്റെ പോസ്റ്റർ ഇവർ അടിച്ചിറക്കിയത്, ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പല ഇവിടെയും. എന്നിട്ട് അതിന് ഞങ്ങൾ നേരിന് ആകെ ഒരേ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്തിട്ടുള്ളൂ. അത് ആ പോസ്റ്ററിനെ വെച്ച് മാത്രമാണ് ഈ 100 കോടി തള്ളി. അതിൽ ഈ 30 ദിവസത്തിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് ആദ്യമേ, അതായത് മുൻകൂട്ടി ഇടുകയാണതേ. അത് ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് ആ സിനിമ അതെ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്നൊക്കെ മോഹൻലാൽ ഫാൻസ് മാത്രമാണ് ആ കൂട്ടത്തിലിരുന്ന സംസാരിക്കുന്നത്. നിങ്ങൾ പറ ഇപ്പോ നേര് സിനിമയുടെ നിങ്ങൾ തന്നെ പറയുന്ന കളക്ഷൻ എത്രയാണ്? 100 കോടിയിൽ നേടിയ സിനിമയായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നേരിനെ കണക്കൂട്ടിയിട്ടുണ്ടോ? ഇനി ലൂസിഫർ 200 കോടി എന്ന് അന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു. 200 കോടി നേടിയ സിനിമയാണ് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ? പോട്ടെ, പുലിമുരുകന് താഴെയല്ല ഇപ്പോഴും ലൂസിഫറിന്റെ കളക്ഷൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ എവിടെ ആ 200? അന്ന് നിങ്ങൾ, അപ്പം ഞങ്ങൾ അന്നത്തെ സമയത്ത് നമ്മൾ ടൈം ട്രാവലൊക്കെ ചെയ്ത് അന്ന് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ 200 കോടി നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇപ്പം നിങ്ങളെവിടെ എത്തി നിൽക്കുന്നത്? 200 കോടി നേടിയിട്ടില്ല എന്നുള്ള വസ്തുത അംഗീകരിക്കുന്ന ഫാൻസാണ് നിങ്ങളിപ്പോൾ. ലൂസിഫർ സത്യം. ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എമ്പുരാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയണം. ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല അത് 325 കോടി നേടിയിട്ടില്ല എന്ന്. അവരങ്ങനെ അനൗൺസ് ചെയ്തു. അത് നമുക്ക് അവര് തന്ന പോസ്റ്ററാണ്, നമ്മളിട്ട പോസ്റ്റർ അല്ല. അവരിട്ട പോസ്റ്ററിൽ എന്തിനാണ് മുന്നേ, അതായത് പണ്ടത്തെ പോലെ ഒരാഴ്ചക്കൊക്കെ നമ്മൾ മുന്നേ പോസ്റ്റർ അടിച്ചിറക്കും, അതുപോലെയല്ല കളക്ഷന്റെ പോസ്റ്റർ ഇറക്കുന്നത്. അതിന് 30 ദിവസം വെക്കുമ്പോൾ അത് ആയിട്ടില്ല എന്നുള്ളത് തന്നെ പറയും. അത് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നോടത്ത് ചിന്തിക്കുന്നത്. അതെ, ഇതല്ലാണ്ട് പ്രീസെയിൽ തുടങ്ങിയ മുതലുള്ള ഡേറ്റ് അങ്ങനെയാണ്. ഒരു സിനിമേന്റെ ഇത്ര ദിവസം സിനിമ തിയേറ്ററിൽ കളിച്ചു എന്ന് പറയുന്നത് പ്രീസെയിൽ മുതൽ ആരെങ്കിലും പോയിട്ട് സിനിമ കാണും. ആ പ്രീസെയിലിൽ ഇങ്ങനെ പിന്നെ എക്സ്ട്രാ വരുന്ന വേറെ വരില്ലല്ലോ. ഇനി അന്ന് കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് ഈ പ്രീസെയിലിന് മുമ്പുണ്ടല്ലോ, ഇപ്പോൾ 27-ാം തീയതിന് മുൻപാണ് OTT ഡീലും സാറ്റലൈറ്റ് റൈറ്റ്സ് ഡീലും നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അതിൻ്റെ കളക്ഷനും അത് ഇപ്പോൾ കിങ് ഓഫ് എത്തൻ്റെ അത്രക്ക് എത്തിയിട്ടില്ല, എമ്പുരാൻ എത്തിയിട്ടില്ല. അത് സത്യമാണ്, വസ്തുതയാണ്. അതും ഞങ്ങൾ പറഞ്ഞു, അതിനും ഞങ്ങൾക്കെതിരെ. അത് വസ്തുതയാണ്, സമ്മതിക്കണം.
കിങ് ഓഫ് എർത്ത് അതിന് ഭയങ്കര അടിപൊളി സിനിമയെന്നല്ല അതിന്റെ അർത്ഥം. അത് ആ സിനിമയെ കുറിച്ച് ഞങ്ങൾ എന്താണ് അത് വേറെ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടതും ദുൽഖർ ഫാൻസ് നീരസം പ്രകടിപ്പിച്ചതും അതിന്റെ കമന്റ് ബോക്സിലുണ്ട്, ഇഷ്ടം പോലെ അത് അവിടെ കിടപ്പുണ്ട്. ഓക്കെ. പിന്നെ മമ്മൂട്ടി സിനിമകൾക്ക് മാത്രം ഞങ്ങൾ പോസിറ്റീവ് ഫുള്ള് പറയുന്നു. നിങ്ങൾ എടുത്തു നോക്കുക CBI 5-ന് ഞങ്ങളെ ചരിത്രത്തിൽ റിവ്യൂവിൽ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും മോശപ്പെട്ട സിനിമ ഏറ്റവും മോശപ്പെട്ട റിവ്യൂ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ CBI-ക്കാണ്. അത്രയും മോശമായിട്ട് ഞങ്ങൾ വാക്കുകൾ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ കൊടുത്തിട്ടില്ല. പുഴു എല്ലാവരും നല്ല ക്രിറ്റിക്സ് അഭിപ്രായം കൊടുത്ത സിനിമയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ റിവ്യൂ നമ്മുടെ ഈ ചാനൽ കിടക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ ഏജന്റ് ഞങ്ങൾ കളിയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. സർക്കാസ് അടിച്ച തോക്ക കൊടുത്തിട്ട് പിന്നെ അതിന് ചെറിയൊരു പ്രശ്നം വന്നു, അത് വേറെ കാര്യം. അതിന് ഞങ്ങൾക്ക് കിട്ടി, നെഞ്ചട്ടാണ് കിട്ടി. അപ്പൊ എന്താന്ന് പറഞ്ഞു വന്ന ഇതാണ്, ഞങ്ങള് ഈ മമ്മൂക്ക സിനിമകൾക്കും ലാലേട്ടൻ സിനിമകൾക്കും നെഗറ്റീവ് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ അത് ചിന്തിച്ച് ഇവര് സ്വയം അങ്ങ് പറയാണ്. അതായത് നമ്മളിപ്പോ കൂട്ടുകാരിരിക്കാന്ന് വിചാരിച്ചു, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കുന്ന, അങ്ങനെ തന്നെ സംസാരിക്കുന്ന കേട്ടോ. നമ്മള് ലാലേട്ടന്റെ ഫാൻസ് ആണ് എല്ലാവരും. ആ സമയത്ത് ലാലേട്ടനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നു, പറയുന്നു, അഭിനയത്തെ കുറിച്ച് പറയുന്നു. സമയത്ത് ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഒരു എതിരഭിപ്രായം പറഞ്ഞ അപ്പം ഇവൻ മമ്മൂട്ടി ഫാനാട്ടോ, ഇപ്പൊ വെറുതെ ലാലേട്ടൻ ഫാനാന്ന് പറഞ്ഞു വന്നിരിക്കുക. ആ സ്വഭാവം എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് അവിടെ എതിരാളി ഒരാളുള്ളൂ. അതാണ് ഒരു സിമ്പിളായിട്ട് ചോദിക്കുന്നിടത്ത് ഈ മമ്മൂട്ടി ഫാനും മോഹൻലാൽ ഫാനും ഒക്കെ ഇല്ലാതാവും. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് നിന്ന്, അതായത് ഇപ്പോൾ ഒരു മതവിഭാഗത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ മതവിഭാഗം മാത്രം വരും. ഇനി അതല്ലെങ്കിൽ മൊത്തം ദൈവത്തെ തള്ളിക്കളയുന്നിടത്ത് എല്ലാ മതവും ഒന്നാവും. കണ്ടു, അത് ദൈവം നിലനിൽക്കേണ്ട അവരെ ആവശ്യമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാവും. അതുപോലെ തന്നെയാണ് ഇതിലൊന്നും. അതായത് ഇവരുടെ ദൈവം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അവരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എതിർക്കുന്ന സമയത്ത് ഇത് വരും. നിങ്ങളൊക്കെ ഒരുമിക്കാൻ നിന്നോ? അതായത് പറഞ്ഞുതരാം. അതായത് മമ്മൂക്ക ലാലേട്ടനും വന്നിട്ട് എത്ര വർഷമായി? 40 വർഷത്തിന് മുകളിലായില്ലേ രണ്ടുപേരും. ഈ നസ്ലനും കുറച്ച് പിള്ളേരും വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വമ്പൻ റെക്കോർഡുകൾ ഇടുന്നത്. ഇതിനകത്ത് ഒരു ഉദാഹരണം ഇപ്പൊ പറഞ്ഞ, നമ്മളിപ്പം ഞങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, മഞ്ഞുമൽ ബോയ്സ്. ഈ കഴിഞ്ഞ മാസം വരെ ഇൻഡസ്ട്രി ഹിറ്റ് കടന്നുകൊണ്ടിരുന്ന സിനിമ 240 കോടി നേടിയ സിനിമയാണ്. അതാണ്. ആരാണ്? ലാലേട്ടനുണ്ടോ? മമ്മൂക്ക ഉണ്ടോ? അവർക്ക് ഈ 40 വർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? എമ്പുരാൻ കഴിഞ്ഞു ഇപ്പോഴാണ്. അതായത് എത്ര വർഷം കഴിഞ്ഞു? പിള്ളേരൊക്കെ അതിന് മുൻപേ, അതായത് അവരൊക്കെ തുടക്കത്തിൽ തന്നെ വിട്ട് കഴിഞ്ഞു. അതാണ് ഇവിടെ ചിന്തിച്ചു നോക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നിടത്ത് ഇതൊക്കെ തീരും. അപ്പൊ നിങ്ങളൊക്കെ ഒരുമിക്കും. എന്ത് അന്നത്തെ ടിക്കറ്റിന്റെ പൈസ അതല്ലോ, അന്നത്തെ ബിസിനസ് രീതി ഇങ്ങനെയല്ലല്ലോ, അന്ന് പാനിന്റെ രീതിയിലുള്ള സിനിമകളില്ലല്ലോ. ഇപ്പോഴല്ലേ ആ കണക്കിലേക്ക് വരുന്ന അവിടെയാണ് ഈ കാര്യങ്ങൾക്കും പ്രസക്തി ഉള്ളത്. അങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രീസെയിൽ എന്താണെന്നും പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ വരുന്ന പൈസ എന്താണെന്നും ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ട്. അത് ആരും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ഓക്കെ, അത് കണക്കൂട്ടിയിട്ടല്ല 30 ദിവസം വരുന്നത്. അങ്ങനെ തന്നെ അല്ല അവർ അടിച്ചിട്ടില്ല. അതങ്ങനെ ഒരു സിനിമ 1-ാം തീയതി റിലീസ് ചെയ്യുന്നു. ആ സിനിമ 30 ദിവസത്തെ പോസ്റ്റർ ഇറക്കണമെങ്കിൽ ആ മാസം 30-ാം തീയതി ആവണ്ടേ? അല്ലാതെ 27-ാം തീയതി ഇറങ്ങിയ സിനിമയുടെ, അതായത് മാർച്ച് 27-ന് ഇറങ്ങിയ സിനിമ ഏപ്രിൽ 17-ാം തീയതിയോ 18-നോ കറക്റ്റ് ഓർമ്മയില്ല, 30 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരാണ്? അതിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള എന്താ, എന്തിനാണ് അങ്ങനെ അടിച്ചിറക്കി? 325 എന്തിനാ അടിച്ചിറക്കിയെന്നല്ല, അതിലെ 30 ദിവസം എന്തിനാ അടിച്ചിറക്കിയ? ആ 325 വിശ്വാസത പോയില്ലേ, മണ്ടത്തരം കാട്ടിയില്ലേ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടുത്തെ ഫാൻസ് ആണ്? നിങ്ങൾ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതൊരു കിഴി എപ്പിസോഡായിരുന്നു, അല്ലാതെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നില്ല. അതിൽ ബസൂക്ക സിനിമയുടെ ലാസ്റ്റ് എടുത്തിരിക്കുന്ന കിഴി ബസൂക്കൻ്റെത് ഇതിനേക്കാളും ഭീകരമായിട്ട് ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം മാത്രമാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം. അതായത് നമ്മളിതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ലാലേട്ടൻ സിനിമകള് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അതാണ് നിങ്ങൾ അത് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും അതിനെതിരെ പറയണം എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ കമന്റ് ഇട്ടോരില്ലേ, ഈ പ്രീസെയില് മുതലാണ് ഇത് കൂട്ടുന്നതെന്ന് പറഞ്ഞവർ മൊത്തം വിഡ്ഢികളാണ്. ഓപ്പണായിട്ട് പറയുന്നു, വിഡ്ഢികളാണ്. നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടതാരത്തിന് വേണ്ടി. നിങ്ങളുടെ അന്ധത കാരണം ഇരുട്ടിൽ മൂടിയിട്ട് നിങ്ങൾ പുതപ്പായിട്ട് യൂസ് ചെയ്യാണ്.
ഇരുട്ടിനെ. അവിടെ വെളിച്ചം വരുന്നിടത്ത് ആ ഇരുട്ടില്ലാതാവും. മനസ്സിലാക്കണം നിങ്ങൾ. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇവരുടെയൊക്കെ ഉള്ളിൽ 21-ാം തീയതി മുതൽ സിനിമ കളിച്ചു തുടങ്ങിയതാണ്. അല്ലല്ലോ, ഇത്ര ഉള്ളൂ. ആ ബുക്ക് ചെയ്തിരിക്കുന്നത് 27-ാം തീയതി മുതലുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും 3, 4, 5, 6, 7 എത്ര ദിവസങ്ങളുണ്ടോ അതിലൊക്കെ അത് വന്നു കഴിഞ്ഞു. ഈ കളക്ഷനെ കുറിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ഇതുമില്ല, അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം ഞങ്ങൾക്ക് അതന്നെയാണ് വേണ്ടത്. കാരണം ഇങ്ങനെ ഒരു വലിയ സിനിമ സംഭവിക്കുമ്പോൾ അത് കളക്ട് ചെയ്തത് എന്തൊക്കെ സംഭവിച്ചാലും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നുള്ളത് ഇല്ലേ എമ്പുരാനി? പിന്നെ തീർച്ചയായിട്ടും അത് പോരെ. അതിന്റെ അപ്പുറത്തേക്ക് ഇവര് വേറെന്തൊക്കെയോ ഞങ്ങൾ അതിനേക്കാൾ അവിടെ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പലരും വീഡിയോ ചെയ്യുന്നതും പലരും അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് പറയാനും ഉദ്ദേശിക്കുന്നില്ല. പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, ഞങ്ങൾക്ക് പറയാൻ കഴിയുകയും ചെയ്യും. പക്ഷെ നമുക്കത് ആവശ്യമല്ല, വേണ്ട എന്ന് കരുതിയിട്ട് തന്നെ നമ്മളത് മാറ്റി. അതെ, കാരണം ഇത്രയും വലിയ കളക്ഷൻ വരുന്ന സിനിമ, ഇത്രയും വലിയ ബഡ്ജറ്റ് വരുന്ന സിനിമ, അതിന് ഇത്രയും കളക്ഷൻ എന്നുള്ളത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പരാജയമാണ്. അതിനി ഫേക്ക് ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും അതെന്തോ ആട്ടെ, ഇങ്ങനെ കാണിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം. പക്ഷേ ഇത് മറ്റു സിനിമകൾക്ക് ബാധ്യതയാകാൻ പാടില്ല. തുടരും സിനിമ ഇനി വരും. തുടരും സിനിമ ഫാൻസിന് നല്ല സിനിമ ഒന്നും വേണ്ട, വെറും കളക്ഷൻ നേടുക, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്നുള്ളതൊന്നും ചിന്തമില്ല. എപ്പോഴും ഈ ഒന്നാമത് എന്ന് മാത്രം ചിന്തിക്കുക. അതെ, നല്ല സിനിമകൾ വരണമെന്നും കൂടി ചിന്തിക്കുക. പിന്നെ അതിന്റെ ഭാഗമാകുന്ന സമയങ്ങളിൽ ആ സിനിമകൾ ലാലേട്ടൻ പിന്നെ എങ്ങനെയാ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുക? ഇത് അതിനുള്ള വെറും ബോക്സ് ഓഫീസിന് വേണ്ടി മാത്രം സിനിമ ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ ബോക്സ് ഓഫീസിന് വേണ്ടി ജീവിക്കുന്ന ഒരാളെ സിനിമകൾക്ക് വേണ്ടിയിട്ടല്ല. അതെ, സിനിമ കളക്ഷൻ നേടാതിരിക്കുന്നൊക്കെ പോട്ടേന്ന്, സിനിമ നല്ല സിനിമകൾ വരുമ്പോഴല്ലേ നമുക്കും ഒരാവേശവും ഒക്കെ ഉണ്ടാവുന്ന, സിനിമ പോയി കാണാനും ഒക്കെ തോന്നുന്നത്. ഈ സിനിമ ഈ എമ്പുരാൻ കളക്ഷൻ അതിന് പ്രാധാന്യമുണ്ട്. തിയേറ്റർ റണ്ണ് ഭയങ്കര അത്യാവശ്യമാണ്. എല്ലാ സിനിമക്കും അത് അത്യാവശ്യമാണ്. പക്ഷേ ഈ ലെവലിൽ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തു പോകുന്ന സിനിമ എന്നുള്ള രീതിയിലല്ല എല്ലാ സിനിമയും പരിഗണിക്കേണ്ടത്. തുടരും സിനിമ നല്ല സിനിമ എന്നുള്ള രീതിയിൽ പരിഗണിക്കണം. എന്നിട്ട് വേണം അതിന് കിട്ടുന്നത്. അതിപ്പോൾ 100 കോടിയാണെങ്കിൽ 100 കോടി അത് ഇതിൻ്റെ മുകളിലായിട്ട് വരും. കാരണം അത് ആ രീതിയിലുള്ള, മറ്റേത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതി വേറെ, ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതി വേറെ. അപ്പോൾ ആ രീതിയിൽ ഓരോന്നിനും പരിഗണന കൊടുക്കണം. ലാലേട്ടൻ്റെ സ്റ്റാർ അതിവിടെ സംഭവിക്കുന്നു, ആളുടെ സ്റ്റാറിൻ്റെ തിരിച്ചുവരവ് ഇവിടെ സംഭവിച്ചു. ഇനി ലാലേട്ടൻ എന്ന നടൻ നമുക്ക് കാലങ്ങളായിട്ട് ഇല്ലാത്തതാണ്, നേരിൽ മാത്രം കുറച്ച് കിട്ടി. ആ സാധനം ഇവിടെ കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. തുടരും. അവിടെ ബോക്സ് ഓഫീസിലേക്ക് നിങ്ങൾ കണ്ണു നട്ടിരിക്കരുത്. ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഈ പറയുന്നതോട് ഞങ്ങളോട് എത്ര ദേഷ്യം ഉണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന ഇതാണ്, ബോക്സ് ഓഫീസിലെ കളക്ഷന്റെ കണക്കും വെച്ചിട്ട് തുടരും കമ്പയർ ചെയ്യാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾ മമ്മൂട്ടിയുടെ ബസൂക്കൊക്കെ എന്ത് സംഭവിച്ചു, ബസൂക്കയുടെ കളക്ഷൻ എന്തായി ചിന്തിച്ചു നോക്ക്. ലാലേട്ടനെ നിങ്ങൾ അളക്കുന്നത് ഒരു വേറെ മനുഷ്യനെ വെച്ചിട്ടാണോ? അതാണ് നിങ്ങളുടെ അളവുകോല് മമ്മൂട്ടിയാണോ? നിങ്ങളെ നിലവാരം എന്താണ്? ഇപ്പൊ മമ്മൂട്ടി ഈ ഒരു കാര്യം പറഞ്ഞപ്പോ നമ്മോട് പല കമന്റിലും ഞാൻ കണ്ടു, നിങ്ങൾക്ക് അത് പറയാനുള്ള, ലാലേട്ടനെ കുറിച്ച് പറയാനുള്ള യോഗ്യത. ഞങ്ങൾ ലാലേട്ടനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നാണ്? അല്ല, എന്ത് പറഞ്ഞ യോഗ്യത എന്താണ്? യോഗ്യത തെളിയിക്കേണ്ടതാണ്. അല്ല, നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അതൊന്ന് പറഞ്ഞേരി. എന്താണ് നിങ്ങൾക്കുള്ള യോഗ്യത? അത് ഞങ്ങൾ അതേപോലെ പഠിച്ച് ചെയ്യാം. ലാലേട്ടനെ വെച്ചിട്ട് ഒരു ഡയറക്ട് ചെയ്ത ഒരാളായി ഇരുന്ന് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ഇടുന്നെങ്കിൽ ഓക്കെ. അതിന് അങ്ങനെ ഡയറക്ട് ചെയ്ത് ആരാണ് ആരാ കൊണ്ടുനടക്കുന്നത്? ആവശ്യമുണ്ടോ? ഇനി അതുമല്ല, ലാലേട്ടനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ പറഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ പറഞ്ഞ, ലാലേട്ടൻ ഇതേപോലത്തെ മറ്റേ ക്രിട്ടിക്സ് ഒക്കെ കുറെ കേട്ടിട്ടുള്ള മനുഷ്യനാണ്. അയാള് ഇത് കണ്ടിട്ട് തന്നെ ജീവിച്ചു വന്ന ആളാണ്. ലാലേട്ടൻ പെട്ടുപോയി. സത്യം പറയാ, ഇങ്ങനത്തെ ഫാൻസിന്റെ കാരണം കൊണ്ട് ലാലേട്ടൻ പെട്ടുപോയി. ലാലേട്ടന് സിനിമ ചെയ്യുമ്പോൾ അതിന് മറ്റു പല സിനിമകൾക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതായത് ഈ ഒരു രീതിയിൽ കളക്ഷന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗം അങ്ങോട്ട് ഉണ്ടായി വരുമ്പോൾ അതിപ്പോൾ ട്രെൻഡാണ്. അത് മാത്രം ഇവർക്ക് ഇതാ അപ്പോൾ 325 തള്ളല്ല എന്ന് തള്ളാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഏത് തള്ളല്ല, അത് തള്ളാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ, അവരോട് പോലും ചോദിക്കുകയാണ്. അതായത് അതുപോലും അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത് ഈ ഫാൻസ് കാരണമാണ്, ഈ ട്രെൻഡ് കാരണം. ഒരു കാര്യമില്ലാത്ത കാര്യമല്ലേ ഈ 21 ദിവസത്തെ റീസെയിലിനെ കുറിച്ചില്ലേ, അത് ഒന്നുകൂടി വേറെ രീതിയിൽ കൂടി പറയാം. ഇപ്പോൾ ഇത് തിയേറ്ററിൽ നിന്ന് കിട്ടിയ കളക്ഷനാണ് എന്ന് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിയേറ്ററിക്കൽ ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബിസിനസിനെ കുറിച്ചാണ്. അത് ഞങ്ങൾ അറിയാതെ പറഞ്ഞിട്ടുള്ളതല്ല. ഞങ്ങൾ ആ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പൊട്ടിയതുകൊണ്ടാണ് നിങ്ങൾ ശരിയായ രീതിയിൽ കേൾക്കാത്തത്.
ഞങ്ങളതിൽ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് മൊത്തം കേൾക്കാതെ അഭിപ്രായങ്ങൾ ഇങ്ങനെ അതാണ് 325 കോടി നേടി എന്നുള്ളത് തിയേറ്ററിൽ നിന്ന് ഗ്രോസ് മാത്രമാണ് അല്ല ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ആ പോസ്റ്ററിൽ ഞങ്ങളെ വിശ്വസിച്ചിട്ടുമില്ല. ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിക്കൽ ആൻഡ് ബിസിനസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ തന്നെ ഒരു ലോജിക്കും ഇല്ലാത്ത സാധനമാണത്. അതെ, ഈ 30 ദിവസത്തെ കണക്ക്, ഈ 30 ഡേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ സിനിമ റിലീസ് ആയതിനു ശേഷം 30 ദിവസം എന്ന് തന്നെയായിരിക്കും. അല്ലാണ്ട് അതിന് മുന്നേ പ്രീ സെയിൽ നടന്നു, അതും കൂടെ കൂട്ടിയിട്ടാണ് 30 ദിവസം എന്ന് പറയുന്നത്. എന്ത് ലോജിക്കാ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രീ സെയിലിൻ്റെതും വേറെ കൂട്ടി വരെ ഇതല്ലോ, വേറെ അടിച്ചിറക്കുമല്ലോ. പ്രീസെയിൽ വേറെ സെപ്പറേറ്റ് കൂട്ടി പറയേണ്ടി വരും. എന്തായാലും ഇതൊരു ഗതികെട്ട അവസ്ഥയാണ് സത്യമായിട്ടും. ലാലേട്ടനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആളുടെ സ്റ്റാറിനെ, അതായത് ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന സിനിമകൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുള്ളൂ. ഇങ്ങനത്തെ ഫാൻസ് അല്ലേ കയ്യിലുള്ളത്. ഇപ്പുറത്ത് നല്ല ഒരു കഥാപാത്രം ചെയ്ത് സിനിമ വലിയ വിജയമാവാതെ എത്ര സിനിമ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. എത്ര സിനിമ ബോക്സ് ഓഫീസിന് വേണ്ടി അല്ലാതെ നല്ല കലാമൂലുള്ള ഐസ്തെറ്റിക് വാല്യൂ ഉള്ള സിനിമകൾക്ക് വേണ്ടി എത്ര സിനിമ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ലാലേട്ടനെ കാണാൻ കിട്ടുന്നുണ്ട്. ലാലേട്ടൻ ഈ അടുത്ത്, അതായത് മരക്കാറിന്റെ എന്തോ ഒരു സംഭവത്തിന്റെ കാര്യത്തിലാണ്, അതായത് പ്രിയദർശനെ ഒരുമിച്ചിരുന്ന് പറഞ്ഞിട്ടുള്ളത്. കാലാപാനി പരാജയമാണ്, വാനപ്രസ്ഥം പരാജയമാണ്. അതായത് താൻ മുടക്കിയ വലിയ നല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ആൾക്ക് ദുഃഖമില്ല എന്നുള്ളതിന് തെളിവാണ് അത് ആള് വിളിച്ചു പറയുന്നുള്ളത്. അത് അംഗീകരിക്കുന്നില്ല ഇപ്പോഴും ഈ അന്ധ ഫാൻസ്. അതായത് ലാലേട്ടന് അവിടെ അഭിമാനമുണ്ട്, എന്ത് നല്ല സിനിമയാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് അതൊക്കെ. വാനപ്രസ്ഥം നല്ല സിനിമയായിട്ട് എല്ലാവരും അംഗീകരിക്കൂലേ. ഇപ്പൊ റിലീസ് ചെയ്യാന്നിരിക്കും, അന്നൊന്നും ഇറങ്ങിയിട്ടില്ല, റീ-റിലീസ് ചെയ്യില്ല, ഇന്നാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഇപ്പത്തെ ട്രെൻഡ് വെച്ച് പറയാ. അയ്യേ സത്യം, കളക്ഷൻ 10 കോടിക്കും താഴെ ആ രീതിയിലേ വർത്താനം പറയുള്ളൂ. എന്താണെങ്കിലും തുടരാൻ വേണ്ടി വന്നതാണ്. മജസ്റ്റിക് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. അടുത്ത വീഡിയോ അടുത്തതാക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. ഇനിയും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നാളെ ചെയ്യണം. നാളെ ചെയ്യാം. നീ വയ്യ.